Hi friends, welcome back to day 9, 30-day study plan of 10th Mains Laboratory Assistant. Day 9ലേക്ക് നമ്മൾ എത്തിയല്ലേ? അതായത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹോട്ട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്ത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഡെയിലി പഠിച്ചുകൊണ്ട് നമ്മൾ ഡേ 9ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഈ 2025 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെക്രട്ടേറിയറ്റ് ഒയുടെ മെയിൻസോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് CPOയുടെ നടന്നിട്ടുള്ള അതോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കുറേ ദിവസം 9 ദിവസത്തോളമായല്ലോ നമ്മൾ പഠിക്കുന്നു. നിങ്ങൾ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ടൈമർ വെച്ച് തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചതിൽ നിന്ന് എത്രത്തോളം ടോപ്പിക്സ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നത് റൈറ്റ് പാത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മളുടെ വൊക്കാബ്സ്പീഡിയ ടെലഗ്രാം ചാനലിൽ ഡെയിലി 2 മണിക്ക് അവർ എക്സാം നടത്താറുണ്ട്. നമ്മൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് 2 മണി തൊട്ട് 3:15 വരെ അല്ലെങ്കിൽ മെയിൻ എക്സാം ആണെങ്കിൽ 3:30 വരെ ഉള്ള ടൈം വെച്ചിട്ടാണ് അവിടെ എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. എന്നും നമുക്ക് ചെയ്ത് നോക്കാനുള്ള ടൈമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ജോയിൻ ചെയ്ത് ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു എക്സാം രീതി തന്നെയാണ്. ഓക്കെ, നമുക്ക് ഡേ 9ലേക്ക് വരാം. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്? മാത്സിൽ പലിശ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ പലിശയിൽ സാധാരണ പലിശ മാത്രം ഇന്ന് പഠിച്ചാൽ മതി. കൂട്ടുപലിശ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം കേട്ടോ. എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാടാവും. പിന്നെ ഇംഗ്ലീഷ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതിൻ്റെ PYQ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുക, അതിൻ്റെ PYQ പഠിക്കുക. മലയാളം ആണെങ്കിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും PYQ വെച്ച് തന്നെ പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് മാർച്ച് 2024 ആണ് പഠിക്കേണ്ടത്. PSC ബുള്ളറ്റിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തുക. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു സർക്കാർ പദ്ധതികൾ എന്നുള്ള ഒരു വീഡിയോ, 2 വീഡിയോസ് ഉണ്ട്, അത് കാണണമെന്ന്. അത് നിങ്ങൾ കാണണം കേട്ടോ, നിർബന്ധമായിട്ടും കാണണം. കാരണം മറ്റൊരു വീഡിയോയും നിങ്ങളോട് ഞാൻ നിർബന്ധമായിട്ടും കാണണമെന്ന് പറയില്ല. കാരണം ഇത് രണ്ടും കാണണമെന്ന് പറയാനുള്ള കാര്യം 2024 സർക്കാർ പദ്ധതികൾ ഓൾമോസ്റ്റ് നമ്മൾ ആ 2 വീഡിയോയിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. സർക്കാർ പദ്ധതികൾ എന്നുള്ള വീഡിയോ ഡേ 8 ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണാം കേട്ടോ. ഇനി അതിലേക്ക് വരാം. കറണ്ട് അഫയേഴ്സ് മാർച്ച് 2024 പഠിക്കുക. അടുത്തത് SCERT ഹോട്ട് ചാപ്റ്റേഴ്സ്. SCERT ഹോട്ട് ചാപ്റ്റേഴ്സ് സ്റ്റാൻഡേർഡ് 5 5, 6 ആണ് തന്നേക്കുന്നത്. വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ്? സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 10 കേരളക്കരയിൽ. അത് പഴയ സ്റ്റാൻഡേർഡ് 5 ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററാണ് ഈ കേരളക്കരയിൽ എന്നുള്ളത്. അതുപോലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 8 നാടറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. രണ്ടിലും കണ്ടന്റ് സെയിം ആണ്. ഇനി സമയമുള്ളവർക്ക് രണ്ടും പഠിക്കാം. രണ്ടും ചെറിയ ചാപ്റ്റേഴ്സാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് 6 ചാപ്റ്റർ 3 കേരളം മണ്ണും മഴയും മനുഷ്യനും, അതും നോക്കുക. അപ്പോൾ കേരള ജോഗ്രഫി എന്നുള്ള പാർട്ട് ഓൾമോസ്റ്റ് അവിടെ കവറാവും. ഓക്കെ, പിന്നെ ഈ കേരള ജോഗ്രഫിയിൽ നമുക്ക് വലിയ ക്ലാസ്സിലൊന്നും ചാപ്റ്റേഴ്സ് ഇല്ല. ഓക്കെ, എല്ലാം ഇന്ത്യൻ ജോഗ്രഫിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് വരുന്നത്. അപ്പോൾ കേരള ജോഗ്രഫി ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുക. സമയമുള്ളവർക്ക് ഇത് 3ഉം പഠിക്കാം. അങ്ങനെ ഇനി അടുത്തത്. ഓക്കെ, ഇനി ഹോട്ട് ടോപ്പിക്കിലേക്ക് വരാം. ഹോട്ട് ടോപ്പിക്കിൽ ഇന്ന് തന്നിട്ടുള്ള 5 ടോപ്പിക്കുകളും ചെറിയ ടോപ്പിക്സാണ്. ഒരു ടോപ്പിക്കിന് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലോ. ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക. അതുപോലെ ഇന്ത്യയിലെ ധാതു അധിഷ്ഠിത വ്യവസായം പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ജോഗ്രഫിയുടെ ചാപ്റ്ററിൽ വരുന്നുണ്ട് ആ ഭാഗം. എങ്കിലും നിങ്ങൾ ഇതൊന്നുകൂടി എടുത്തു വെച്ച് പഠിക്കണം ഈ ഒരു ടോപ്പിക്ക്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. എങ്കിൽ കൂടിയിട്ടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗം റാങ്ക് ഫയലോ ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ വിവരാവകാശ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്, അത് പഠിക്കാം. തണ്ണീർത്തട സംരക്ഷണ നിയമം. കഴിഞ്ഞ ദിവസം നമ്മൾ തണ്ണീർത്തടങ്ങൾ പഠിക്കാൻ തന്നു. ഇനി അതിൽ കുറച്ച് ഏരിയയും കൂടെ കവർ ആകുമ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമം കുറച്ച് ഭാഗം കൂടിയേ വരുള്ളൂ. അത് നിങ്ങൾ പഠിക്കാം കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതിൻ്റെ വീഡിയോ നമ്മൾ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് 10th മെയിൻസ് ഹോട്ട് ടോപ്പിക് എന്ന പ്ലേലിസ്റ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്തു തരും. അത് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഡേ 9 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ ഈ ഡേ 9 വരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നും നമ്മൾ എത്ര നന്നായിട്ടാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ബോധ്യമാവും. അതുപോലെ ഇനി നമ്മൾ എത്രത്തോളം പഠിക്കാനുണ്ടെന്നും കൂടി ബോധ്യമാവും.
2025 ജാനുവരി മുതൽ മെയ് മാസം വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വൊക്കാബ്സ് മീഡിയയിലും അതുപോലെ പ്രയാണം ഇന്നലകളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനലുണ്ട്. ഇതിലെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ നല്ല ചാനലുകളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആവശ്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.